എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 27 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനം ഈ മാസം വീണ്ടും കടമെടുക്കുകയാണ്. ഇത്തവണ 2000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഡിസംബർ 30-നാണ് കടമെടുപ്പ്. ഇതിനു വേണ്ടിയിട്ടുള്ള കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി 30-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യ ഗഡു അടുത്ത മാസം വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഗഡുവിന്റെ വിതരണം ജനുവരിയിൽ ഉണ്ടായേക്കും. ചിലപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു തുക മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മാർച്ച് വരെ ഇനി 12,500 കോടി രൂപയായിരുന്നു കടമെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. ആ ഒരു അനുമതിയിൽ 5,900 കുറവാണ് കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുള്ളത്. 6,000 കോടി രൂപയോളം വെട്ടിക്കുറച്ച നടപടി അടക്കം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതടക്കം വിവിധ ഇനങ്ങളിലായി 22,360 കോടി രൂപ നടപ്പുവർഷം കേരളത്തിന് കിട്ടേണ്ടതുണ്ട് എന്നും അതിന് ആവശ്യമായ തീരുമാനം എടുക്കണമെന്നും നിവേദനത്തിൽ കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കടമെടുപ്പ് പരിധി അനാവശ്യമായി വെട്ടിക്കുറക്കുന്നത് അടക്കം കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികൾ കേരളത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി 2 വട്ടം ധനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. നിലവിൽ GST പരിഷ്കാരം നടപ്പുവർഷം 8,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സൃഷ്ടിക്കും. അമേരിക്ക ചുമത്തിയ 50% പ്രതികാര തീരുവ കയറ്റുമതി മേഖലയിൽ നിന്നുള്ള കേരളത്തിന്റെ 2,500 കോടി രൂപയുടെ വരുമാനം ഇല്ലാതാക്കും. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് 6 കാര്യങ്ങളിൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം. രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ എത്ര സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചാലും കേരള ജനത മുട്ടുമടക്കില്ല എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ തുടരുന്ന പ്രതികാര സമീപനം അവസാനിപ്പിക്കണം. ഓരോ പാർട്ടികളുടെയും രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ജനങ്ങൾക്കായി ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് മറക്കരുതെന്നും പ്രതികാര രാഷ്ട്രീയവുമായി മുന്നോട്ടു പോയാൽ അതിനെ ആ രീതിയിൽ കേരളം നേരിടുമെന്നും കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ജനുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് വിവിധ സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ റിസർവ് ബാങ്ക് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്കിലേക്ക് ഒരു വലിയ വിഭാഗം മാറിയതോടെ ഈ രംഗത്താണ് കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകളും ജനുവരി 1 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം എത്താൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജനുവരി 1 മുതൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും SMS അല്ലെങ്കിൽ ഇമെയിൽ അലർട്ടുകൾ നിർബന്ധമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഇനി മുതൽ RBIയുടെ മുൻകരുതൽ അനുമതി വാങ്ങേണ്ടതാണ്. കൂടാതെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ വ്യക്തവും രേഖാമൂലമുള്ളതുമായ സമ്മതം ബാങ്കുകൾ തേടിയിരിക്കണം. സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും അതാണ്. സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ, പരാതി ഉണ്ട് എങ്കിൽ പരിഹരിക്കുന്നതിനായി തേടുന്ന മാർഗങ്ങൾ എന്നിവ ലളിതമായും വ്യക്തമായും ഉപഭോക്താക്കളെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കും എന്ന പ്രത്യേകതയും ഉണ്ട്. അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിധിയില്ലാതെ പണം നിക്ഷേപിക്കാം. സൗജന്യ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് സേവനം, സൗജന്യ പാസ്ബുക്ക്, പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണം എന്നതാണ് വ്യവസ്ഥ. പ്രതിമാസം കുറഞ്ഞത് 4 സൗജന്യ പണം പിൻവലിക്കലുകൾ അനുവദിക്കണം. എന്നാൽ UPI, നെഫ്റ്റ്, RTGS,
IMPS, POS എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല. ATM കാർഡ്, ചെക്ക് ബുക്ക്, ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഗുണഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ വരികയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, KYC ചെയ്യാൻ പറഞ്ഞിട്ട് ഇനിയും ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ബാങ്കിൽ ലഭിക്കുന്നവർ, കേന്ദ്രവിഹിതം പെൻഷൻ ലഭിക്കുന്നവരെല്ലാം KYC ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ തുകയെല്ലാം മുടങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ശരിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ വേണ്ടി 35 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ടതുണ്ട്. അപ്പോൾ BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത 35 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ 4 അവലോകന യോഗത്തിലും റിപ്പോ നിരക്ക് കുറച്ചു. 1% കുറവാണ് ആകെ വരുത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കുറയും. വാഹന, ഭവന വായ്പകൾ ഉൾപ്പെടെ എല്ലാ വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്കും പലിശയിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപകരുടെ പലിശയിലും റിസർവ് ബാങ്ക് ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാറിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. പ്രധാനമായും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നത്. പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ, ഒന്നാമത്തേത്, പുതിയ ആധാർ കാർഡ് ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട്. QR കോഡും ഫോട്ടോയുമായിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാകുക. ആധാർ കാർഡിന്റെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കാർഡിൽ നിന്ന് ആധാർ നമ്പറും വിലാസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പകരം കാർഡ് ഉടമയുടെ ഫോട്ടോയും സ്കാൻ ചെയ്യാനുള്ള QR കോഡും മാത്രമേ ഉണ്ടാകൂ. ആധാർ നമ്പർ മറ്റുള്ളവർ കാണുന്നത് വഴി തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം. ഡിസംബർ 1 ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട്. മൊബൈൽ നമ്പർ മാറ്റാനും ഇനി എളുപ്പം സാധിക്കും. ആധാർ സേവന കേന്ദ്രങ്ങളിൽ പോകാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഫേസ് ഒതന്റിക്കേഷൻ വഴിയായിരിക്കും ഇത് സാധ്യമാവുക. ഇതിനായി പുതിയ ആപ്പ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വിവരം. ആധാർ ആപ്പ് സജീവമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇത് പ്രവർത്തനക്ഷമമായിട്ടില്ല. അപ്പൊ ഇതാണ് ഈ ഡിസംബർ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി പുതുക്കുന്നതിനുള്ള കാലാവധി അടുത്ത ജൂൺ 14 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും. ഇനി ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ 31 വരെയാണ് അതിന്റെ അവസാന തീയതി. അത് കഴിഞ്ഞാൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും. മാത്രമല്ല പാൻ കാർഡ് റദ്ദാകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പൊ രാജ്യവ്യാപകമായി നടത്തുന്ന ഡാറ്റ ക്ലീനിങ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ചവരുടെ 2 കോടിയിലധികം ആധാർ കാർഡുകൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജീവമാക്കിയതായി സർക്കാർ ബുധനാഴ്ച അറിയിച്ചു. ആധാർ ഡാറ്റാബേസിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ആധാർ രേഖകൾ മരണ രജിസ്ട്രേഷനുമായി ഒത്തുനോക്കിയതിനു ശേഷം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഡീആക്ടിവേഷൻ നടപടി നടത്തിയത്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, സംസ്ഥാന സർക്കാരുകൾ, നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നീ വകുപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറ്റ് ഡേറ്റകൾ ഇവയാണ്. ഡീആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് രേഖകൾ സാധൂകരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ ഫീഡുകൾ പതിവായി ഉപയോഗപ്പെടുത്തി ഡാറ്റാബേസ് നിലവിലുള്ളതായി നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതോറിറ്റി അറിയിച്ചു. ഇനി മുതൽ കുടുംബാംഗങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബന്ധുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുടുംബാംഗം പോർട്ടലിൽ ആധികാരികത ഉറപ്പാക്കുകയും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ നമ്പറും അടിസ്ഥാന വിശദാംശങ്ങളും സഹിതം ആധാർ നമ്പർ സമർപ്പിക്കുകയും വേണം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സമർപ്പണം അവലോകനം ചെയ്തതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ആ ആധാർ നമ്പർ നിർജീവമാക്കൽ നടപടിയിലേക്ക് നീങ്ങുക. തിരിച്ചറിയൽ തട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പോർട്ടൽ ഉപയോഗിച്ച് അതോറിറ്റി കുടുംബാംഗങ്ങളോട് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.
സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഇന്ന് ഗ്രാമിന് 70 രൂപ കൂടി 12,835 രൂപയും പവന് 560 രൂപ കൂടി 1,02,680 രൂപയുമായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ.